ശ്രീകുമാർ മനയിൽ എം ഹസൻ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ടാണ് ചുമതലയേറ്റത്. അപ്പോഴേക്കും അവിടെ KPCC ഓഫീസിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരെ മാറ്റി. അത് വാസ്തു നോക്കിയായിട്ടായിരിക്കും എന്നാണ് ഇന്ന് സുധാകരൻ പറഞ്ഞത്. അപ്പോൾ സുധാകരൻ വന്നു, സീറ്റിംഗ് അറേഞ്ച്മെന്റ് സുധാകരന്റെ സൗകര്യത്തിന് മാറ്റി. കോൺഗ്രസ് പോലൊരു പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് പ്രതീക്ഷ അവശേഷിപ്പിക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ മട്ടിലുള്ള പോര് നടക്കുക എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ആരും പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൽ അത് നടക്കുന്നു ഈ കാലഘട്ടത്തിലും എന്നുള്ളത് എന്തിന്റെ സൂചനയാണ്? ഇത് എന്തിന്റെ സൂചനയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ദുർബലമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കാരണം കെ സുധാകരനെ പോലൊരു വ്യക്തിക്ക് ഒരു KPCC അധ്യക്ഷന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ സംശയം വന്നു എനിക്ക് ഈ അധ്യക്ഷ പദവി തിരിച്ചു കിട്ടില്ല എന്നുള്ളത്. ഈ സംശയം ഉടലെടുക്കാനുള്ള കാരണം എന്താണ്? അതാണ് ആ സംശയം ഉടലെടുക്കാനുള്ള കാരണമാണ് ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. കാരണം കഴിഞ്ഞ 2 വർഷമായി ഈ പുതിയ നേതൃത്വം വന്നിട്ട് ഇവിടെ DCC തലത്തിലുള്ള പുനഃസംഘടന അടക്കം നടക്കാതിരിക്കുകയാണ്. KPCC പുനഃസംഘടന കഴിഞ്ഞതിന് ശേഷം 2 വർഷമായി DCC തലത്തിലുള്ള പുനഃസംഘടന നടന്നിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചിലപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റ് UDF ലഭിക്കുമായിരിക്കും. കാരണം അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കേന്ദ്രത്തിലെ ഭരണമാറ്റത്തിന് വേണ്ടിയാണ്. പക്ഷെ കേരളത്തിലെ ഭരണമാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യേണ്ടത് 2026-ലാണ്. ആ വോട്ടെടുപ്പ് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഈ സംഘടനാ സംവിധാനം ഇല്ലാതെ പോയാൽ? അപ്പോൾ KPCC അധ്യക്ഷനായ കെ സുധാകരന് KPCC പുനഃസംഘടന മര്യാദയ്ക്ക് നടത്താൻ കഴിയാതെ പോയി എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? എന്താണ് കൃത്യസമയത്ത് ഹൈക്കമാൻഡ് ഇടപെട്ട് നിയമസഭാ കക്ഷി നേതാവിനെയും KPCC അധ്യക്ഷനെ ഒരുമിച്ചിരുത്തി നിങ്ങൾ ഒരുമിച്ച് പോകണം എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവിടെ അത് അന്വേഷിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. കേരളത്തിലെ കോൺഗ്രസിൽ എക്കാലം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സ്വാഭാവികമാണ്. കാരണം ഈ ഇതുപോലെ മറ്റേ KPCC അധ്യക്ഷ പദവി വിടാനും പഠിച്ച അങ്ങനെ അത്രയൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ തന്നെയും പലപ്പോഴും ഈ നേതൃത്വത്തിലുള്ളവർ പ്രത്യേകിച്ച് KPCC അധ്യക്ഷനും മറ്റേ നിയമസഭാ കക്ഷി നേതാവും തമ്മിൽ എപ്പോഴും ഒരു റിഫ്റ്റ് ഉണ്ടാവും കേരളത്തിൽ, സാധാരണ ഇതിലുള്ളതാണ്. പക്ഷേ അത് കൃത്യമായിട്ട് അവർക്ക് ജനങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ആ റിഫ്റ്റ് മാറ്റി വെച്ചിട്ട് കൃത്യമായ ഫോക്കസിലൂടെ പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സാധിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ KPCC അധ്യക്ഷന് പോലും പേടിയാണ് എനിക്ക് എൻ്റെ കസേര തിരിച്ചു കിട്ടുമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഹൈക്കമാൻഡിന് വിശ്വാസമില്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ KPCC അധ്യക്ഷന് വിശ്വാസമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സംശയിച്ചത്. ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ എത്തിച്ചത് ആര്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉയർന്നു വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ 2021 ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ രണ്ട് നേതാക്കന്മാരും 2 ധ്രുവങ്ങളിലേക്ക് പോവുകയും പിന്നെ അതിലെല്ലാം ഉപരി നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, AK ആന്റണി അടക്കമുള്ള നേതാക്കന്മാർക്ക് ഗുണമുണ്ടായിരുന്നു. അവരെല്ലാവരും വിവിധ സംഘടനകളുടെ സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും നടന്നവരാണ്. ഈ കെ സുധാകരനും നിയമസഭാ കക്ഷി നേതാവ് VD സതീശനുള്ള ഒരു പോരായ്മ എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇവരൊരിക്കലും വിദ്യാർത്ഥി സംഘടനാ രംഗത്തും യൂത്തിൻ്റെ സംഘടനാ രംഗത്തും സംസ്ഥാന അധ്യക്ഷന്മാർ അത്തരത്തിലുള്ള പദവി വഹിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ ജില്ലകളിലും പ്രവർത്തകരെ ഒരുമിപ്പിച്ചു പോകാനുള്ള ആ ഒരു കെമിസ്ട്രി ഇവരടുത്തില്ല. കാരണം ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയോ KC വേണുഗോപാലോ പറഞ്ഞാൽ കാസർഗോഡുള്ളവനും തിരുവനന്തപുരത്തുള്ളവനും കേൾക്കും. കാരണം വെച്ചാൽ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം സഹഭാരമായിരുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ അവരൊപ്പം വിദ്യാർത്ഥി വിഭജന പ്രവർത്തിച്ച ആളായിരിക്കാം. അത്തരം ചില അടുപ്പങ്ങളൊക്കെ ഉണ്ടാകും. കേക്കറിനാരും മുതൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇവർക്ക് ഈ 2 പേർക്കും അങ്ങനെ ഒരു പരിചയത്തിന്റെ പോരായ്മ ശരിക്കുമുണ്ട്. അതുകൊണ്ടാണ് ഈ 14 ജില്ലകളിലും ഈ KPCC പുനഃസംഘടന, DCC പുനഃസംഘടനയൊക്കെ വരുമ്പോൾ ഇവർക്ക് പലപ്പോഴും ഈ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതും ഇവർക്ക് പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഈ ഒരു പോരായ്മയുടെ ഭാഗം കൂടിയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 2026 തെരഞ്ഞെടുപ്പിൽ ആര് KPCC അധ്യക്ഷനായിരുന്നാലും ആര് നിയമസഭാ കക്ഷി നേതാവായിരുന്നാലും ഇവർ ഒരുമിച്ച് നിന്നില്ല എങ്കിൽ 2021 തന്നെ ആവർത്തിച്ചേക്കാം. വേണ്ട.